കേരളത്തിലെ വിഷയങ്ങളിൽ പ്രതികരിക്കുന്നതിന് ആനി രാജയ്ക്ക് നിയന്ത്രണം. സംസ്ഥാന നേതൃത്വത്തോട് ആലോചിക്കാതെ രാഷ്ട്രീയ പ്രതികരണം പാടില്ലെന്ന് CPI ദേശീയ എക്സിക്യൂട്ടീവ് നിർദ്ദേശം നൽകി. സ്ത്രീ വിഷയങ്ങളിലും ദേശീയ വിഷയങ്ങളിലും ആനി രാജയ്ക്ക് അഭിപ്രായം പറയാം. ശ്രീജിത്ത് നൽകും വിവരങ്ങൾ. ശ്രീജിത്ത്, ബിനോയ് വിശ്വം ഇത്തരത്തിൽ കത്ത് നൽകിയതിന് പിന്നാലെയാണോ ഇപ്പോൾ ആനി രാജയ്ക്ക് ഇത്തരത്തിലൊരു നിയന്ത്രണം ദേശീയ നേതൃത്വം ഏർപ്പെടുത്തുന്നത്? സെപ്റ്റംബർ 25-26 തീയതികളിൽ നാഗ്പൂരിൽ നടന്ന CPI ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിന് മുന്നോടിയായാണ് ആനി രാജയ്ക്കെതിരെ സംസ്ഥാന ഘടകത്തിന് വേണ്ടി സെക്രട്ടറി ബിനോയ് വിശ്വം കത്ത് നൽകിയത്. ഈ കത്ത് നാഗ്പൂരിൽ നടന്ന ദേശീയ സെക്രട്ടേറിയറ്റ് യോഗവും ദേശീയ എക്സിക്യൂട്ടീവ് യോഗവും ചർച്ച ചെയ്തു. ആനി രാജയ്ക്ക് കേരളത്തിലെ രാഷ്ട്രീയ വിഷയങ്ങളിൽ പ്രതികരിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള തീരുമാനമാണ് എക്സിക്യൂട്ടീവിൽ നിന്നും ദേശീയ സെക്രട്ടേറിയറ്റിൽ വന്നിരിക്കുന്നത്. നേരത്തെ കാനന്ദായിരുന്ന സെക്രട്ടറി ആയിരുന്ന കാലത്ത് ആനി രാജയുടെ പ്രതികരണങ്ങളിൽ അതിർത്തി അറിയിച്ചുകൊണ്ട് കത്ത് നൽകിയപ്പോൾ കേരളത്തിലെ വിഷയങ്ങളിൽ സംസാരിക്കുമ്പോൾ കേരള ഘടകവുമായി ആലോചിച്ചു വേണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. ആ നിർദ്ദേശമാണ് ഇപ്പോൾ ലംഘിച്ചിരിക്കുന്നതാണ് ബിനോയ് വിശ്വത്തിന്റെ കത്തിൽ ചൂണ്ടിക്കാണിച്ചത്. ഇതനുസരിച്ച് കേരളത്തിലെ വിഷയങ്ങളിൽ പ്രതികരിക്കുമ്പോൾ സംസ്ഥാന നേതൃത്വവുമായി ആലോചിച്ചു വേണമെന്ന നിർദ്ദേശം ഒരിക്കൽ കൂടി ആനി രാജയ്ക്ക് നൽകാനാണ് ദേശീയ നേതൃത്വം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ സ്ത്രീ വിഷയങ്ങളിലും മറ്റ് ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ആനി രാജയ്ക്ക് പ്രതികരിക്കുന്നതിന് തടസ്സമില്ല. ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ് ആനി രാജ. എന്നാൽ കേരളത്തിലെ വിഷയങ്ങളിൽ രാഷ്ട്രീയ വിഷയങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്താണ്. അപ്പോൾ എക്സിക്യൂട്ടീവ് ചർച്ചയ്ക്ക് മേൽ കടന്ന് ഒരഭിപ്രായം പറയാൻ മുതിരരുത് എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ആനി രാജയ്ക്ക് നൽകിയിരിക്കുന്നത്. എന്തായാലും സംസ്ഥാന ഘടകം ഇക്കാര്യത്തിൽ അതൃപ്തി വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരമൊരു മറുപടി നിർദ്ദേശം നൽകിയിരിക്കുന്നത്.